ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. പിന്നെ അതിലേക്ക് 1 നുള്ളി ഉപ്പ് ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ഹൈ സ്പീഡിൽ അവസാനിപ്പിക്കണം. ആ രീതി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യണം. നല്ലോണം ലോ സ്പീഡിൽ തുടങ്ങി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാത്തതാണെങ്കിൽ 3/4 കപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ പൊടിച്ച പഞ്ചസാര നമ്മൾ കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട പൊടിയാണ് ചേർക്കേണ്ടത്. മൈദ മാവാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ മൈദ മാവ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇത്രയും ചേർത്ത് അതും കൂടി ഇതിലിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പം ഇത് അരിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റിങ് പാടില്ല, അല്ലാതെ നമുക്ക് ഇതൊന്ന് മിക്സായി കിട്ടണം. അതുപോലെ ബീറ്റ് ചെയ്യണം. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ പൊടിയൊക്കെ ഇതിലേക്ക് ചേർക്കാം. പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി പത അടങ്ങാത്ത രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, എന്നാൽ എല്ലാം മിക്സ് ആകുകയും വേണം. ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൈദാമാവ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. പിന്നെ ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചൊന്ന് തട്ടി കൊടുക്കണം. അതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി തട്ടിയതിന് ശേഷം നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. 180 പ്രീഹീറ്റ് ചെയ്ത് ഓവനായിരുന്നു. അതിലേക്ക് 20 മിനിറ്റാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ ഓവനിൻ്റെ ഹീറ്റ് അനുസരിച്ച് സമയം വ്യത്യാസം വരും. നമുക്കിതുപോലെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് എടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് നൂല് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. നൂല് വെച്ചിട്ടെടുക്കാമെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇങ്ങ് കിട്ടും. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ആറിച്ചെടുത്ത് മാറ്റി വെക്കണം. ഇതിപ്പോൾ ഒന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ടാണത്. അത് ഞാനിപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെ 3 ലെയറായിട്ട് പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഐസ് ക്യൂബ് വെച്ച ബൗളിന് മുകളിൽ വെച്ചാണ് ഇതൊന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇത് ലോ സ്പീഡ് ടു ഹൈ സ്പീഡ് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഒന്നിലൊന്ന് വെറ്റാക്കിയതിന് ശേഷം വേണം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാൻ. അതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടണം. മൊത്തം ഭാഗത്തും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതും വെറ്റായതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കണം. പിന്നെ ഞാൻ യെല്ലോ കളർ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് അത്
ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അതിലൊരു ലവ് ചിഹ്നം വരച്ചിട്ടുണ്ട്. അതിലേക്ക് ആണ് കുട്ടിയുടെ പേര് ഞാൻ എഴുതിയേക്കുന്നത്.